കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി സ്വയം അവരോധിതയായ ശ്രീലേഖ IPS അവസാനം നാണം കെട്ട് മേയർ സ്ഥാനം തെറിക്കുകയും വി രാജേഷ് മേയറായി മാറുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 കൗൺസിലർമാരിൽ 45 പേരും സപ്പോർട്ട് ചെയ്തത് വി രാജേഷിനാണ്. കാരണം വി രാജേഷാണ് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച് അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച് അവിടെ പാർട്ടിയെ വളർത്തിയെടുക്കാൻ എല്ലാ തരത്തിലും പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള വി രാജേഷിനെ മേയറാക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിലൂടെ ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കം നടന്നപ്പോൾ ആ ശ്രമം അട്ടിമറിക്കാൻ, ആ ശ്രമം തകർത്തത് ആദ്യം ക്രൈമാണ്. ഈ പറയുന്ന ശ്രീലേഖ പോലീസ് DGP ആയിരിക്കുമ്പോൾ, DIG ആയിരിക്കുമ്പോൾ കവിയൂർ കേസിൽ ഒരു കൊലപാതകത്തിലെ പ്രതികളെ കംപ്ലീറ്റ് രക്ഷിക്കാനും 15 വയസ്സുള്ള ബ്രൂട്ടലായിട്ട് ബലാത്സംഗത്തിനിരയായ നാരായണ നമ്പൂരിയുടെ മകളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊന്നതിനും അതിലുള്ള പ്രതികളെ രക്ഷിച്ച രീതി ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും കണ്ടെടുത്തിരുന്നു പോലീസ്. അതിൽ പോസ്റ്റ്മോർട്ടം അത് കെമിക്കൽ DNA ടെസ്റ്റിന് അയച്ചെങ്കിലും DNA ടെസ്റ്റ് നടത്താതെ അത് അട്ടിമറിക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന ശ്രീലേഖയാണ്. അത് യഥാർത്ഥ പ്രതികളെ കൃത്യമായ തെളിവുകൾ കൈ കെട്ടിയിട്ടും അവരെയെല്ലാം രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് ശ്രീലേഖ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ശ്രീലേഖയാണ് തിരുവനന്തപുരത്ത് മേയറാക്കുന്നത്. അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കിയത്. തുടർന്ന് അത് വലിയ ഭൂകമ്പമായി മാറി. പിന്നീട് ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് നിന്നുള്ള ആക്കാന്നുള്ള നീക്കം BJP ഉപേക്ഷിച്ചു. അവിടുത്തെ ജനകീയനായ ഏറ്റവും അധികം ജനങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായി ബന്ധമുള്ള, അതേപോലെ ഈ BJP കൗൺസിലർമാരുമായി ബന്ധമുള്ള വി രാജേഷിനെ അവസാനം മേയറാക്കേണ്ടി വന്നു. ഇതിന് പിന്നിൽ ചരട് വലിച്ചത് അഡ്വക്കേറ്റ് സുരേഷായിരുന്നു. സുരേഷാണ് വി രാജേഷിനെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നത്. ആ നീക്കങ്ങളെല്ലാം പൊളിച്ചത് പിന്നീട് പലരും അതിലിടപെടേണ്ടി വന്നു. എന്തായാലും വി രാജേഷ് മേയറായി. അതിനുശേഷം കണ്ടിട്ടുള്ള നാടകീയരംഗങ്ങൾ എന്താണ്? നമ്മുടെ ശ്രീലേഖ വന്ന് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ശ്രീലേഖ പിന്നിൽ വന്നിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എല്ലാവരും കൂടി കയറ്റി മുന്നിലിരുത്തിയ രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ. അതിനുശേഷം ശ്രീലേഖ എന്ത് ചെയ്തു? ശ്രീലേഖ ചടങ്ങ് കഴിഞ്ഞ ഉടൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. ആ ചടങ്ങിനെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അവരിറങ്ങിപ്പോയത്. പിന്നീട് പറഞ്ഞത് പാല് കാച്ചലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. പാല് കാച്ചലാണോ? അവരൊരു മേയറായിട്ട് അവരവിടെ മേയറായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ അവരവിടെ പാല് കാച്ചലിന് പോകുമായിരുന്നോ? ഒരിക്കലും പോകില്ല. അത് ധിക്കാരപരമായ അവരുടെ നിലപാടാണ്, അവരുടെ പ്രതിഷേധമാണ് കണ്ടത്. എന്നാൽ ഇപ്പോഴിതാ തിരുവനന്തപുരം BJP ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കങ്ങൾ BJPയിലെ അഡ്വക്കേറ്റ് സുരേഷുമായി ചേർന്നുകൊണ്ട് ശ്രീലേഖ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന വിവരം. സുരേഷാണ് ഇപ്പോൾ ശ്രീലേഖയ്ക്ക് വളഞ്ഞ വഴികൾ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ BJP ഭരണത്തിൽ കല്ലുകടികൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് VK പ്രശാന്തൻ, നമുക്കറിയാം CPMൽ ഏറ്റവും മാന്യനായ ഒരു MLA ആണ്. എല്ലാവരോടും മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത്. മുൻ മേയറാണ്. എല്ലാവരും ബ്രോ എന്നാണ് വിളിക്കാറുള്ളത്. ആ പ്രശാന്തിൻ്റെ നല്ല ഭരണം കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് CPMന് വീണ്ടും അധികാരത്തിൽ കിട്ടാൻ പറ്റിയത്. അങ്ങനെയുള്ള MLA പിന്നീട് വട്ടിയൂർക്കാവിൽ MLA ആയി, മേയർ സ്ഥാനത്ത് മാറി MLA ആയി.
ആ MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്തമംഗലത്താണ്. ആ ശാസ്തമംഗലത്തെ MLAയുടെ ഓഫീസ് ഇന്ന് തന്നെ ഒഴിഞ്ഞു തരണമെന്ന് ഡിക്റ്റേറ്ററെ പോലെ, ഏകാധിപതിയെ പോലെ പോലീസ് ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് ശ്രീലേഖ. ഒരൊറ്റ ദിവസം കൊണ്ട് അധികാരം കിട്ടിയപ്പോൾ അവിടെ കലാപമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി BJP ഭരണം ഇങ്ങനെയായിരിക്കും, തിരുവനന്തപുരത്ത് എല്ലാ തരത്തിലും എതിരാളികളെ അടിച്ചമർത്തുകയോ തല്ലുകയോ ഓട്ടിക്കുകയോ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അതുവഴി തിരുവനന്തപുരത്തെ BJP ഭരണം അട്ടിമറിക്കാനുള്ള പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് ശ്രീലേഖ പ്രശാന്തനെ ഓഫീസിൽ പോയി ഇന്ന് തന്നെ ഒഴിഞ്ഞു തരണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ പ്രശാന്തൻ അത് നിഷേധിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് അവിടെ പത്രക്കാർ ശ്രീലേഖയോട് ചോദിച്ച കാര്യങ്ങളും നമുക്ക് ആദ്യം കേൾക്കാം. വേറെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ, കരാറുണ്ടോ, അതിന്റെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാടകയ്ക്ക് വിട്ടതെന്ന് അറിയണ്ടേ? നിങ്ങൾ പ്രശാന്ത് പറയുന്നതിനോട് MLAക്ക് ഒരുപാട് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ എവിടെയും സ്ഥലം കൗൺസിലർക്ക് അങ്ങനെയല്ല. കൗൺസിലർക്ക് ഇതിലേക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും. ഇതിലെ പ്രോസസ് തൊട്ടടുത്തുണ്ട്. ഈ കൗൺസിലറിന്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കി എന്ത് കാര്യങ്ങൾക്കും ഇത് ഒരു ചെറിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലിലെ ഒരു ചെറിയ പ്രശ്നം നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് മാറ്റുന്നത്. വളരെ ചെറിയ പ്രശ്നം ഇതുപോലെ വിവാദമാക്കരുത്. വലിയ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഇതിന്റെ പറയാനുണ്ട്? ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് കടുത്ത വൈറൽ ഫീവറുമായിട്ട് മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ കോർപ്പറേഷൻ ആദ്യമായിട്ട് BJP പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു സൗഹൃദ സംഭാഷണം നിങ്ങളൊരു വിവാദമാക്കി മാറ്റരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കുള്ളൂ. ഇത് തീരേണ്ട വിധത്തിൽ തീർന്നു. അതിനുശേഷം പ്രശാന്ത് പറഞ്ഞത്, എനിക്കിവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ മനസ്സില്ല, എനിക്ക് MLA എന്ന നിലയിൽ കിട്ടിയ ഒരു ഓഫീസാണ്, അവർക്ക് അത് ഞാൻ ഒഴിഞ്ഞെടുക്കാൻ മനസ്സില്ല എന്നാണ് അവർ പ്രശാന്ത് പറഞ്ഞ കാര്യം കൂടി കേൾക്കാം. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസ് ഉള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ, അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കേട്ടല്ലോ, അതായത് ഇത് തികച്ചും കാടത്ത ഭരണമാണ് BJPയുടെ വരാൻ പോകുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള ഗുണ്ടായിസമായിരിക്കും ഇനി മേലിൽ. പ്രതിപക്ഷത്തുള്ളവരോട് ഇതേപോലുള്ള പെരുമാറ്റമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോ, അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കും എന്നാണ് ഏകാധിപതിയെ പോലെ ശ്രീലേഖ പറയുന്നത്. എന്തായാലും ശ്രീലേഖ തിരുവനന്തപുരത്ത് കലാപത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. BJP ഭരണം അട്ടിമറിക്കാൻ, ഇതൊക്കെയാണ് BJP ഭരണം എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തനിക്ക് ഈ മേയർ സ്ഥാനം കിട്ടാത്തതിലുള്ള അപമാനിതയായ, ഒരിക്കലും ഇനി ആ സ്ഥാനം കിട്ടില്ല, അതിനുള്ള കലിപ്പ് തീർക്കുകയാണ് ശ്രീലേഖ. ആ കലിപ്പ് VV രാജേഷിനോട് തന്നെയാണ്. VV രാജേഷിനെയും കൊണ്ട് ഇറക്കിയിട്ടേ സമാധാനമുണ്ടാവുള്ളൂ അവർക്കിനി. അതാണ് പോലീസ് സേനയിൽ അവരിയ്ക്കുമ്പോൾ കാണിച്ചതെല്ലാം. അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കള്ളത്തരങ്ങളും തട്ടിപ്പുകളും പോലീസ് സേനയിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അവർ പുറമെ കാണിക്കുന്നത് മറ്റൊന്ന്, അകത്ത് കാണിക്കുന്നത് മറ്റൊന്ന്. അവർ കാപട്യത്തിൻ്റെ മുഖമാണ്, തികച്ചും രാക്ഷസിയെ പോലുള്ള സമീപനമാണ് അവർക്കുള്ളത് എന്നാണ്
പറയുന്നത്. എന്തായാലും ശ്രീലേഖ IPS എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു, BJPയുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു എന്നുള്ളത് സത്യം. നന്ദി, നമസ്കാരം.